ഇപ്പോൾ ഈ ഏറ്റവും നിർണായകമായ മണിക്കൂറുകളിലൂടെ ഈ പരിശോധന, ഈ തിരച്ചിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ 4ാം തവണ ഒരു ലോഹ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ്. പക്ഷേ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനാകുമോ എന്നുള്ളതിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം അർജുൻ ഉണ്ടോ ക്യാബിനകത്ത് എന്നുള്ളതാണല്ലോ നമുക്ക് കൃത്യമായും അറിയേണ്ടത്. കേണൽ എങ്ങനെയാണ് അത് ആ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? ഈ ഒരു കാര്യം ഞാൻ പറയാം. ഈ വണ്ടി കേട്ടറിവില് ഈ ഭാരത് ബെൻസിന്റെ ഈ ബോഡി കംപ്ലീറ്റ്ലി നമ്മൾ പറയും ഹെർമെറ്റിക്കലി സീൽഡ്, കംപ്ലീറ്റ്ലി സീൽഡ് ആണ്. എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന നമ്മുടെ ഡ്രൈവറും കോ ഡ്രൈവറും എല്ലാവരും അവർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ വിട്ടിട്ട് ബാക്കി ഒരു വെള്ളമോ ഒരു സാന്നിധ്യമോ ഒന്നും കയറില്ല. 1. നമ്പർ 2, ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ. അപ്പൊ സർവൈവൽ ചാൻസസ് നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇത് ഹ്യൂമൻ ലൈഫിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഇക്വിപ്മെന്റ് ഇതുവരെയും അതിനെക്കാട്ടും നല്ലത് നമ്മൾ ജനറലി ഒരു ഡിസാസ്റ്ററിൽ ഡോഗ്സ് ആണ് മോസ്റ്റ് എഫിഷ്യന്റ്. നമ്പർ 1. നമ്പർ 2. നമ്പർ 3, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇസ്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോ ലോഹ ഈ റേഡാർ സോണാർ ഡിറ്റക്ടറിൽ വരുമ്പോ ഈ അയൺ ആണ് അവർ ഡിറ്റക്ട് ചെയ്യുന്നത്, അതിനെയാണ് അവർ കണ്ടുപിടിക്കുന്നത് ഏകദേശം. എന്നിട്ട് അവർ മാപ്പിംഗ് ചെയ്തിട്ട് ഒരു സ്കെച്ച് ഉണ്ടാക്കണം. അപ്പൊ അതനുസരിച്ച് അവർ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അത് ഇമേജ് ഇന്റർപ്രിട്ടേഷൻ നടത്തിയിട്ട് അത് വെഹിക്കിളാണ്, വണ്ടിയാണ്, അത് മറിഞ്ഞിരിക്കണം, അങ്ങനെ ഏകദേശം അവർക്ക് പിടികിട്ടി. പക്ഷെ നമ്മൾ ഈ റേഡാറിലും എല്ലാ എക്വിപ്മെന്റിലും ഇപ്പോ ഏറ്റവും തമാശയായിട്ട് തോന്നുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സസ് അറ്റാക്ക് ചെയ്തപ്പോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മഴയും അനുകൂല അല്ലാത്ത കാലാവസ്ഥയിലാണ് ഇത് സ്പെഷ്യൽ ഫോഴ്സസ് ഓപ്പറേഷൻ ചെയ്തത്. അതിന് കാരണം ഇപ്പൊ മനസ്സിലായി കാണും. അപ്പൊ ഡിറ്റക്ഷൻ, സോണാർ ഡിറ്റക്ഷനും റേഡാർ ഡിറ്റക്ഷനും ഭയങ്കര എളുപ്പമല്ല, ഡിഫിക്കൽട്ട് ആണ്, നിയർ ഇമ്പോസിബിൾ ആണ്. അപ്പൊ ഇത് ഒരു കാര്യം നമ്മുടെ ഒരു ഹൈപ്പോത്തസിസ് പറഞ്ഞപ്പോ കളിയാക്കിയിട്ട് അത് ഇപ്പൊ പ്രൂവ് ചെയ്യണു. അത് ജസ്റ്റ് ഒരു ഹ്യൂമറസ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് പറയാം. പക്ഷെ ഞാൻ പറയണത് ഇത് ഏറ്റവും വലിയ വിഷമം ഈ കാലാവസ്ഥയാണ്. ഇന്ദ്രപാലൻ സാറിന്റെ അടുത്ത് സംസാരിക്കാൻ നോക്കി, ഹി ഈസ് നോട്ട് ഏബിൾ ടു അങ്ങനെ ഡീപ്ലി ഇൻവോൾവ് ആണ് ഈ കാര്യത്തില്. പക്ഷെ ഇത് ഭയങ്കര വെല്ലുവിളിയാണ്. ഡൈവേഴ്സ് തന്നെ നോക്കൂ, അതിന് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അവര് സീല് ഡൈവിങ് ചെയ്യുമ്പോൾ കറണ്ട് ഇല്ല. ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയില് മൊത്തം ഞാൻ കണ്ടേല് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ 2 നദികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ബ്രഹ്മപുത്ര, രണ്ടാമത്തത് തീസ്ത. ഇതിപ്പോ കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവും 3ാമത്തെ നദി ഇതാണ് ഈ കറണ്ട് കൂടുതലായിട്ടുള്ളത്. 6 to 7 knots എന്ന് പറഞ്ഞാൽ കറണ്ട് ഭയങ്കര ഹെവി കറണ്ട്സ് ആണ്. മനുഷ്യൻ ഈവൻ സ്വിമ്മിങ് ഈസ് ഡിഫിക്കൽട്ട്. അപ്പൊ ഈ അണ്ടർ വാട്ടർ പോണത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്രയ്ക്ക് കറന്റ് ഉണ്ട്. ഈ വെള്ളത്തിന്റെ ഫ്ലോ ഒന്ന് കുറഞ്ഞാൽ മാത്രമാണ് ഈ ഡൈവേഴ്സ് റിസ്ക് എടുക്കാൻ അവർക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത് ഒഴുകി പോകും, കാണുമില്ല. ചളിവെള്ളം കലങ്ങിയ കാരണം വിസിബിലിറ്റി ഈസ് വെരി വെരി ലോ. അപ്പൊ അവർക്ക് അത് ഇന്റർപ്രിറ്റ് ചെയ്യണം. പിന്നെ അവരും അവരുടെ അല്ലെങ്കിൽ ഈ കയർ കെട്ടിയിട്ട് ചിലർ പറയുന്നുണ്ടായിരുന്നു കയർ കെട്ടി സ്റ്റീൽ വൻ, ബട്ട് ഇറ്റ് വിൽ സ്നാപ്പ്, അത് പൊട്ടിപ്പോകും. അത് അതിനെക്കാട്ടിലും വലിയ റിസ്ക്കാ. അങ്ങനെ റെസ്ക്യൂ ചെയ്ത ആൾക്കാരനെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന ഗതിയോ. അപ്പൊ ഇതൊക്കെ ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു, എപ്പോഴും ഞാൻ പറയുന്നു, ഈ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഈ പ്രവർത്തിക്കുന്ന ആൾക്കാർ ശരിക്കും ഭയങ്കര റിസ്ക്കും ഭയങ്കര അനാലിസിസ് ചെയ്തിട്ടാണ് അവര് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവരെ അലൗ ചെയ്യും, നമ്മൾ അവർക്ക് സമയം കൊടുക്കണം. നമുക്ക് അവരുടെ പ്ലാനിങ്ങും, അവര് രാത്രി ചെയ്യാത്തത് എന്താ, രാത്രി ഒന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. കേണൽ, അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ലോറിയെ കുറിച്ച് ഏതാണ്ടൊരു സ്ഥിരീകരണം വന്നപ്പോൾ പറഞ്ഞിരുന്നു വലിയ ലൈറ്റുകൾ കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം, തിരച്ചിൽ നടക്കുമെന്നുള്ളത്. പക്ഷെ അത് മാറ്റിവെച്ചത് ഇതേ കാരണം കൊണ്ടായിരിക്കുമല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് നമുക്ക് കാണാൻ മാത്രം ലൈറ്റ് ഉണ്ടായാൽ പോരാലോ. ഈ പ്രവർത്തിക്കുന്നവര് അത് കിട്ടുന്നില്ലല്ലോ. ലൈറ്റ് രക്ഷാദൗത്യത്തിൽ പ്രവർത്തിക്കുന്നവര് എളുപ്പമല്ല. ലൈറ്റ് അത് ഷാഡോ ഏരിയ വരും. ഈവൻ ഇപ്പൊ ഒരു ഡിങ്ങി ബോട്ടിൽ പോണ നേരത്ത് ഈ ഷാഡോ വന്നിട്ട് കുറെ ഏരിയാസ് കവർ ആവും. അപ്പൊ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈ കറന്റിലൊന്ന് ആലോചിച്ച് നോക്കൂ, അവർക്ക് ഭയങ്കര വിഷമാണ്. അവര് നാവിഗേറ്റ് ചെയ്യുന്നത് ആ ബോട്ട് തന്നെ തിരിച്ചും മറിഞ്ഞാണ് പോണത്.
അത് സ്ട്രെയിറ്റ് ആയിട്ട് പോണില്ല. അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ അതിനെ ഭയങ്കര പാടുപെട്ടിട്ടുണ്ടാവും. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കൂ എന്തുമാത്രം കറന്റ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലെ ഈ കറന്റ് ഒന്ന് കുറഞ്ഞ അതൊന്ന് അപ്പൊ മാത്രം ഒരു റിസ്ക് എടുക്കാൻ. കേണൽ, അതാണ് രാവിലെ ഒരു നേവൽ ഉദ്യോഗസ്ഥൻ നമ്മളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു 2 hour വിൻഡോ കിട്ടിയാൽ ഡൈവേഴ്സിന് ഇറങ്ങാം എന്നുള്ളതാണ്. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ മഴ മാറി നിന്നാൽ പോലും ഈ അണ്ടർ കറന്റ് മാറുന്നില്ല എന്നുള്ളതാണ്. അതല്ല, ആ ഫ്ലോ ഈ അപ്സ്ട്രീമില് എവിടെ നിന്നൊക്കെ അതിന്റെ ഈ വെള്ളത്തിന്റെ സോഴ്സസ് വന്നിട്ട് ഇതിൽ മീറ്റ് ചെയ്യണം, അതൊക്കെ സംഗമിച്ച് ഈ നദി ഇവിടെ ഇപ്പൊ കടലിലേക്ക് കയറാൻ അധികം സമയമില്ല. മാക്സിമം വെള്ളമുള്ള സമയമാണ്. എന്ന് വെച്ചാൽ ഈ അപ്സ്ട്രീമില് ചില ചില ട്രിബ്യൂട്ടറീസ് ഉണ്ട്, അവരിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വല്ല കനാലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം വിടാനോ അല്ലെങ്കിൽ ഡാം ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ കേട്ട അറിവില് അതും പറഞ്ഞപ്പോ അത് ആരോ പറഞ്ഞു, എന്റെ ഒരു കോഴ്സ്മേറ്റിനോട് ഞാൻ ചോദിച്ചു. അപ്പൊ അവര് അവിടുന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചു, പറഞ്ഞു അവിടെ ഡാംസ് എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, ഒരു സാധ്യതയില്ല വിടാനുള്ള. അതാണ് ഇപ്പൊ ഇത് ഭയങ്കര ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു പ്രതിഭാസമായി മാറി. എല്ലായിടത്തും വെള്ളം 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 എങ്ങനെയാണെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പറ്റിപ്പോയത്. അത് ഈ കറന്റ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഈ ഡൈവേഴ്സ് ഫേസ് ചെയ്യുന്ന വേറൊരു ചലഞ്ച് എന്താ വെച്ചാൽ ഈ ചുഴി വരും, ഈ സ്വെല്ലിംഗ് വരും. അതെന്താ പറയുന്നത് വെച്ചാൽ ഈ മരം ഒബ്സ്ട്രക്ഷൻസ് വന്ന് അവിടെ പെട്ടിരിക്കുകയാണ്. അത് പെട്ടിരിക്കുമ്പോ ആ പെട്ടിരിക്കണ കാരണം ഈ കറന്റ് വന്നിട്ട് അടിച്ചോണ്ടി ഈ വെള്ളം വന്നിട്ട് അടിച്ചടിച്ച് അവസാനം വന്നിട്ട് ഒരു ചുരുളി പോലെ ഒരു അതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. അപ്പൊ അവര് ദേ ആർ എക്സ്പെർട്ട്, ദേ ആർ സീൻ എക്സ്പെർട്ട്, ബട്ട് നോട്ട് ഈ റിവറില് നദിയിൽ പോവാന്ന് പറഞ്ഞാൽ അത് അതിനെക്കാട്ടും അധികം ചാലഞ്ചാണ്. അത് കാരണം തീസ്തയിലും ബ്രഹ്മപുത്രയിലും അവർ ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ഇവർക്ക് പ്രവർത്തിക്കുക. ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഓപ്പറേഷൻ ചെയ്യാറില്ലേ, കേട്ടറിയില്ലേ, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. തീസ്തയില് ഒരു പ്രാവശ്യം അത് ഭയങ്കര ഗോൾസിൽ ഒരു 100-200 ഫീറ്റ് പോയാലും അവർ പയ്യെ ചെയ്യുള്ളൂ. അതിനെ സ്ട്രീമിനെ ഡൈവേർട്ട് ചെയ്ത് ആ ഫ്ലോ മാറ്റും, വേറെ ദിശയിലേക്ക് ആക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് കുറെ സമയം എടുക്കും. അങ്ങനെയൊക്കെ ഒരു മാർഗങ്ങളാണ് നോക്കേണ്ടി വരിക. ഇനിയിപ്പോ ഇത് പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ കേണൽ, അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഷാർപ്പായി നമ്മൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പക്ഷേ ദിവസങ്ങൾ എടുക്കും ഇനിയും എന്നുള്ളതാണോ? അത് വെള്ളത്തിന്റെ ഫ്ലോ അങ്ങോട്ട് എന്റെ ഇതില് അനാലിസിസിൽ ബാക്കി ഈ കന്നഡിഗസ് ഓഫീസേഴ്സും അവര് എല്ലാം പറയണത് ഇത്ര വെള്ളം ഉണ്ടാവാറില്ല അത്ര. അപ്പൊ എനിക്ക് ഒരു ചെറിയൊരു പ്രതീക്ഷ എന്താ വെച്ചാൽ ഒരു മഴ നിന്ന അനുകൂല കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷ വിട്ടുകൊടുക്കരുത്. എങ്ങനെയെങ്കിലും ഒരു 2-3 ദിവസമെങ്കിലും അതിന്റെ മേലെ അപ്സ്ട്രീമിലും മഴ നിന്ന് കഴിഞ്ഞാൽ ഇവിടെയും മഴ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് കൺട്രോളിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ഒരു ദിവസത്തെ വെള്ളം മതി, കുറഞ്ഞാൽ മതി. അപ്പോഴേക്കും പക്ഷെ നമ്മളിപ്പോ ഇവരുടെ പറ്റിയിട്ട് കമന്റ് ചെയ്യാൻ പറ്റില്ല. ഇവര് ഭയങ്കര റിസ്ക് എടുക്കും. ഇവർക്കും സൂക്ഷിക്കണ്ടേ. ഇത് ആ കുളത്ത് വെച്ചിട്ട് ആ ക്രെയിനിൽ കുളത്ത് വെച്ചിട്ട് ഇതിൽ കെട്ടി വെച്ച് എത്ര എളുപ്പമല്ല. ഇത് SWR സ്റ്റീൽ വയർ റൂപ്പാണ്. ആ സ്റ്റീലിൽ വെച്ചിട്ടാണ് കളിക്കണേ. അത് കാണുന്നുമില്ല. അപ്പൊ അതൊക്കെ ഭയങ്കര റിസ്ക് ആണ്. അപ്പൊ അവര് ലെറ്റ്സ് ഓൾ പ്രേ ദാറ്റ് തിങ്സ് ബിക്കംസ് ബെറ്റർ. കലങ്ങിയ വെള്ളവുമാണ്, അത് ഒരു ഭയങ്കര ഒരു ചലഞ്ചാണ്. അതെ അതെ കേണൽ, ഇപ്പം താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ നമ്മൾ കാണിക്കുന്ന ദൃശ്യം ഈ തടികളുടേതാണ്. മരക്കഷ്ണങ്ങൾ ഈ അർജുൻ്റെ ട്രക്കിൽ നിന്ന്, ഭാരത് ബെൻസിൻ്റെ ട്രക്കിൽ നിന്ന് കെട്ടഴിഞ്ഞ് ഒഴുകിപ്പോയതാണോ എന്നറിയില്ല. ഏത് കിലോമീറ്ററുകൾക്കപ്പുറമാണ് ഇത് കിട്ടിയത്. PA1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലോറി ഉടമ അത് ഏതാണ്ട് അത് തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞത് ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തു, പക്ഷേ ഈ തടിക്കഷ്ണങ്ങൾ ഉൾപ്പെടെ മാറ്റിയതിന് ശേഷം, കാരണം ട്രക്കിന് തന്നെ ഭാരമുണ്ട്, ഈ തടിക്കഷ്ണങ്ങളുടെ ഭാരം കൂടി ഉണ്ടാവാതിരിക്കുന്ന ഉയർത്തുന്നതിന് മുൻപ് അതൊക്കെ മാറ്റേണ്ടതുണ്ട് എന്നുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഇത് കെട്ടഴിഞ്ഞ് കുറെ ഒഴുകി പോയിട്ടുണ്ട്, പക്ഷെ ട്രക്ക് അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ പുതഞ്ഞു കിടക്കുകയായിരിക്കുമല്ലോ അല്ലേ? അത് ഉയർത്തേണ്ട ഒരു ചാലഞ്ച് വേറെ അല്ലേ? അതെ അതെ അതെ, ആബ്സല്യൂട്ട്ലി. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി, വെരി വെരി വാലിഡ് പോയിന്റ് നിങ്ങൾ പറഞ്ഞത്. ഇതിപ്പോ നമ്മള് ഈ വണ്ടി വീണ് കിടന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെയും മണ്ണ് വന്നു, പിന്നെയും തടി കഷ്ണങ്ങൾ വന്നു. അത് ഒഴുകി വരുന്നതാണോ അതോ അവിടുന്ന് വീണതാണോ നമുക്കറിയില്ലേ. ഇതിപ്പോ നമുക്ക് അത് മോസ്റ്റ് പ്രോബബ്ലി ഈ നിർബന്ധ സ്ഥലത്തെ ഈ ഹൈടെക് മോഡേൺ എക്വിപ്മെന്റ് അത് നോയിഡയിലുള്ള കമ്പനി അണ്ടർ ദ ആത്മനിർഭർ സ്കീമിൽ ഉണ്ടാക്കുകയാണ്. നല്ല
ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് അവര് ട്രയൽ ചെയ്യാണ്. ഇത് ഗവൺമെന്റിന്റെ ഒരു നല്ല ഇമ്പോർട്ടഡ് ഇക്വിപ്മെന്റിനെക്കാട്ടും നല്ലത് ഇവർ ഇവിടെ കൊണ്ടുവന്ന് ട്രയൽ ചെയ്ത് ഇത് ഐ എം വെരി ഷുവർ ഇത് സക്സസ്ഫുൾ ആവും. അവർക്ക് അത് മാപ്പ് ചെയ്തിട്ട് അതിന്റെ ഏകദേശം ഒരു ബൗണ്ടറി എന്താണ്, എങ്ങനെ കണ്ടുപിടിക്കാം, എത്ര മരമുണ്ട്, എത്ര ചളിയുണ്ട്, ഏകദേശം ഒക്കെ അറിയാമെന്ന് തോന്നുന്നു. പിന്നെ ഇത് മാറ്റണമെങ്കിൽ ചിലപ്പോൾ ഇതിനെ കെട്ടിയിട്ട് മേലെ താഴെ ആക്കിയ തന്റെ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് ചെയ്യും അവര്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാം. ശുഭപ്രതീക്ഷയാണ്, ശുഭാംശയാണ് നമ്മൾ അതെ, അതൊക്കെ നമുക്ക് ഈ യന്ത്രസഹായത്തോടെയാണ് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഈ മനുഷ്യസാധ്യമായത് എന്നുള്ളത് യന്ത്രങ്ങൾക്ക് പറ്റാത്തത് നേരത്തെ പറഞ്ഞ പോലെയാണ് അല്ലെ, ബോഡി അങ്ങനെ ഒരു കോണ്ടാക്ട് വരുന്നതിൽ ഉൾപ്പെടെ ഈ ഡൈവേഴ്സ് താഴേക്ക് പോകേണ്ടതിൻ്റെ അതാണ് വളരെ നിർണായകം. അവിടെയാണ് ഒരുപക്ഷെ ഇതിലൊരു ട്വിസ്റ്റ്, ഒരു വഴിത്തിരിവൊക്കെ ഉണ്ടാവുക. ഇത്രയും ദിവസം 10ാം ദിവസമാണല്ലോ. അതെ അതെ, അത് നമുക്ക് അത് മാത്രം അല്ല ചാലഞ്ച്. ഈ കയറ് വെച്ച് ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കാണ്. ഈ സ്റ്റീൽ വയർ റോപ്പ് 2 ഡൈവേഴ്സ് ഇൻ ടാൻഡം കൂടത്തിന് വന്നിട്ട് അത് കെട്ടിയിട്ട് അത് ആങ്കർ ചെയ്യേണ്ട സ്ഥലത്ത് അതിനെ കർക്കശായിട്ട് കെട്ടിയിട്ട് അതിന് നോട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനു പിക്ക് ചെയ്യണം. അത് എടുക്കാൻ മാത്രമല്ല, അത് പൊട്ടരുത്, സ്നാപ്പ് ചെയ്യരുത്, അത് പൊട്ടരുത്. അത് അതിനെക്കാട്ടും വലിയ റിസ്ക്. അപ്പോ ഇത് ചെയ്യണത് അത്ര നമ്മള് ഇപ്പൊ ഈ ആം ചെയർ കമന്റ് അടിക്കണവര് കുറെ പേരുണ്ട് യൂട്യൂബിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. ഇതൊരു ഡൈവറിനും ഓരോ രക്ഷാ ദൗത്യത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ ആളും അവര് ജീവിതത്തിൽ കാണാത്ത ആ ഒരു ചാലഞ്ചിലാണ്. അവര് ഓരോ ദിവസം അവര് ജീവിതത്തിനെ പണയപ്പെടുത്തിയിട്ടാണ് പണിയെടുക്കുന്നത്. വെറുതെ ഓരോ കമന്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ സൂക്ഷിക്കണം. അത് ഇങ്ങനെ ദയനീയമായ സ്ഥിതി ഇതാണ്. ഒരു അവര് ഇത് ചെയ്തില്ലേ, ഇവരിത് പലതും പറയാം നമുക്ക്. അതല്ല, അത് ഭയങ്കര കഠിനമായിട്ടുള്ള, അത് നമ്മൾ അവിടെ കണ്ടാൽ തന്നെ എനിക്കറിയാം. ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സിക്കിമിൽ കണ്ടതല്ലേ. അപ്പൊ ഇത് അതിനെക്കാട്ടിലും വേഴ്സ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഇത്ര എളുപ്പമല്ല. ഇത് കെട്ടിയെടുത്ത് വണ്ടി എടുക്കാൻ എളുപ്പമല്ല. അതിന് ഡൈവേഴ്സിന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഉണ്ടാവില്ല. അത് നോട്ട് പാർട്ട് ഓഫ് ഔട്ട് ഓഫ് ദ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നതിന് പകരം അതിനുള്ള പുറത്തുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക്. അതാണ് ഓർക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ പുതിയ സ്റ്റെപ്സും പുതിയ SOPs പുതിയ പ്രൊസീജിയർ അതൊക്കെ ഡിസ്കസ് ചെയ്ത് അവരെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇത്ര എളുപ്പമല്ല അത്. കേണലിലെ ബ്രഹ്മപുത്ര നദിയിലെ തീസ്ത നദിയിലെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു സ്വഭാവം കേണലിലെ വ്യക്തിപരമായ ഒരു അറിവ് വെച്ച് പറഞ്ഞല്ലോ. ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. വിസിബിലിറ്റി 0 ആണ് എന്നുള്ളത്, നിയർ 0 ആണോ എന്നുള്ളത് വലിയ ചാലഞ്ചാണ്, മറ്റൊരു ചാലഞ്ചാണ്. ഈ അണ്ടർ കറണ്ട് കുറയുമ്പോഴേക്കും ഈ വിസിബിലിറ്റി ഒന്ന് ശരിയാവാനുള്ള ഒരു സാധ്യതയുമുണ്ടോ? അതെന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒഴുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചളി വരുന്നത് കുറയും. ഏകദേശം ചളിയൊക്കെ കുറഞ്ഞുണ്ടാവും. ഇതിപ്പോ ചളി ഈ ചെറിയ പെബിൾസ്, ഈ ചരട്, അതും ഒക്കെ ഒഴുകിപ്പോവാണേ. അപ്പൊ അത് നമ്മുടെ ഇക്വിപ്മെന്റ് ഹാം ചെയ്യണ്ടേ. അപ്പൊ ഇത് എല്ലാം സെറ്റിൽ ആവും. വെള്ളത്തിന്റെ പ്രവാഹം കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ ഓൺലി വാട്ടർ ആയിരിക്കും. അപ്പൊ വാട്ടർ ആവുമ്പോൾ ചെറിയൊരു ചളി ഉണ്ടാവും. ബട്ട് ഇറ്റ് സ്റ്റിൽ മാനേജബിൾ. അവരുടെ അടുത്ത് അങ്ങനത്തെ ഇക്വിപ്മെന്റ് ഉണ്ട്. പക്ഷെ ആ ഇക്വിപ്മെന്റ് ഫെയിൽ ആവുന്നത് ഇങ്ങനത്തെ ഒക്കെ ഈ സിറ്റുവേഷനിലാണ്. ഈ ക്ലിയറിൽ അവർക്ക് വിസിബിലിറ്റി കാണുന്ന അങ്ങനത്തെ ഇക്വിപ്മെന്റ് അവരുടെ കയ്യിലുണ്ട്. നമ്മൾ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഇക്വിപ്മെന്റ് ദേ ആർ കേപ്പബിൾ, ദേ ഹാവ് അവരുടെ അടുത്തുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. അത് പക്ഷെ ഫങ്ഷണൽ ആവണത് ആ സമയത്താണ്, അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നത് ആ സമയത്ത്. അതെ, പ്രകൃതി കൂടി അനുഗ്രഹിക്കുമ്പോൾ. കേണൽ ഒറ്റ കാര്യം കൂടി, കാരണം താങ്കൾ പറഞ്ഞല്ലോ, കാരണം ആ ക്യാബിന്റെ പ്രത്യേകത നമ്മൾ ആദ്യം തൊട്ട് തന്നെ ഇങ്ങനെ കേൾക്കുന്നു. ഭാരത് ബെൻസിന്റെ ട്രക്കാണ്, ക്യാബിന്റെ എയർ കണ്ടീഷൻ ചെയ്ത ക്യാബിനാണ്, അതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫാണ്. പക്ഷേ ഈ ആദ്യം കേട്ടത് മൂക്കുകുത്തി ഈ ട്രക്ക് വീണു, ഇപ്പോൾ പറയുന്നത് ചരിഞ്ഞു കിടക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ ഒരു ഒലിച്ചു പോയ അല്ലെങ്കിൽ മണ്ണും വെള്ളവും എടുത്തുകൊണ്ട് പോയൊരു ട്രക്കിൽ ഈ വിൻഷീൽഡൊക്കെ പൊട്ടാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലേ? അതെ അതെ, അബ്സല്യൂട്ട്ലി. അത് പൊട്ടും ചെയ്യും. അത് ഷാറ്ററിംഗ് എഫക്റ്റില് അത് പൊട്ടി തകർന്നു പോകും. അത് അങ്ങനെ ഡിസൈൻഡ് ആണ്. ഈ നമ്മുടെ വണ്ടികളുടെ ചില്ലുകൾ പൊട്ടുമ്പോ പീസസ് ആയിട്ട് തന്നെ പൊട്ടും, ചെതറി പൊട്ടാണ് ചെയ്യുന്നത്. ഹ്യൂമൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത് അങ്ങനത്തെ സേഫ്റ്റി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തേക്ക്. പക്ഷെ ഇത് ചെതറി പൊട്ടി കഴിഞ്ഞാൽ പിന്നെ സാധ്യത തന്നെ ഇല്ല. നമ്മളിപ്പോ എന്താ പറയാ,
അങ്ങനത്തെ ആ സൈഡിലേക്ക് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ലെറ്റ്സ് നോട്ട് ഡിസ്കസ് ദാറ്റ്. അതെ, തീർച്ചയായും ശരിയാണ് കേണൽ. എങ്കിലും ചോദിച്ചെന്നുള്ളൊരു സംശയം ചോദിച്ചു എന്നുള്ളൂ. താങ്കൾ നല്ല വിശദമായ കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു തന്നു. എന്തൊക്കെയാണ് അവിടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങൾ, സാധ്യമായതോ അസാധ്യമായതോ എല്ലാം ക്ഷമയോടെ പറഞ്ഞു തന്നു. വളരെയധികം നന്ദി എന്തായാലും ഈ ഒരു സമയത്ത് വന്ന് ഇത്രയും പ്രേക്ഷകരോടുകൂടിയായി ഇത്രയും വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് കേണൽ സുരേഷ് നാരായണൻ. വളരെയധികം നന്ദി ഒരിക്കൽ കൂടി.